അപ്പോൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻസിഡൻസ്, അതുപോലെ ചെറിയ കോമഡി വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിട്ട് വന്നതാണ്. ആദ്യം നമുക്കൊരു ഇൻസിഡൻസ് കാണാം കേട്ടോ. ഒരു എല്ലാവരും ഫോണ് കുത്തിച്ചിട്ട് കിടന്നുറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് ചെയ്യരുത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടുവരാം കേട്ടോ. മൊബൈൽ റീചാർജ് ആക്കിയ മൊബൈൽ കുത്തിയിട്ട് കിടക്കയിൽ വെച്ചത് ഫോണിൽ മൊബൈലിന് ചൂടായിട്ട് പിന്നെ 100% കഴിഞ്ഞ് പൊട്ടിത്തെറിച്ച് കിടക്കൊക്കെ തീ പിടിച്ച്, കിടക്കേൻ്റെ തീ പിടിച്ചത്, അതിന് കട്ടന് തീ പിടിച്ചേരം പിന്നെ സീലിങ്ങിന് തീ പിടിച്ച്, പിന്നെ ഓടും മര, പിന്നെ എല്ലാത്തിനും തീ പിടിച്ച് പോയി. അവർ കാണുമ്പോഴേക്ക് മുകളിലല്ല എല്ലാവരും ഇതായി പോയി. മനുഷ്യന്മാർക്ക് പറ്റിയില്ല തന്നെ കാര്യങ്ങൾ. ആ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഫോൺ കുത്തി വെക്കാതെ കിടന്നുറങ്ങുക, പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഫോൺ ചാർജ് ചെയ്ത് വെക്കുക, അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ എന്താ വെച്ചാൽ, ഒരാൾ റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പോൾ ചോറായോ കഞ്ഞിയായോ പായസമായോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ. ആ വീഡിയോ കൂടി കണ്ടുതരും. മിക്കവാറും ആ റൈസ് കുക്കർ ഉണ്ടോയെന്ന് ആർക്കറിയാലേ? അപ്പോൾ ആ വീഡിയോയിൽ കണ്ടില്ലേ? ഇനി അടുത്ത വീഡിയോ വെറുതെ എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറയുന്നത് അല്ലേ? ഒന്നെങ്കിൽ അയാൾക്ക് പറ്റുന്ന പണി ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ആ വീഡിയോ കൂടെ എന്താണെന്നുള്ളത് ആ വീഡിയോ നമ്മളൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ഗ്ലാസിൻ്റെ ടേബിളൊക്കെ നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് കിച്ചൺ ഏരിയ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ. അപ്പോൾ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ടൈൽസൊക്കെ നല്ല ഉറപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ആ വീഡിയോ കാണുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. ആ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ കിച്ചണിൽ പുതിയ ആളുകൾ വീട് വെക്കുന്നവരാണെങ്കിൽ കിച്ചൺ ഏരിയ നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ആരോടാണ് ദേഷ്യം എന്നൊന്നും അറിയില്ല. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. പിന്നെ ആ പാത്രം വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? പൈസ ഉള്ളവർക്ക് പിന്നെ എന്തും ആവാം. അപ്പോൾ ആ വീഡിയോ കൂടെ ഒന്ന് കാണാം കേട്ടോ. വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഉമ്മയും മോളും ചപ്പാത്തിയാണോ എന്താണോ പരത്തുന്നറിയില്ല, എന്തോ ആണ് പരത്തുന്നുണ്ട്. അപ്പോൾ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മകൾക്ക് എങ്ങനെയാണ്, ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചപ്പാത്തി പരത്തേണ്ടത് എന്നുള്ളത്. കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് എന്താവണമെന്ന് ഒന്ന് കണ്ടുവരും. അപ്പോൾ കണ്ടില്ലേ? നമുക്കിനി പൗഡർ ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവൾ മൊത്തം പൗഡറായി അല്ലേ? അടുത്ത വീഡിയോ എന്താ വെച്ചാൽ, ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കാണോ എന്നൊരു ഡൗട്ട് എനിക്ക്. അത് നിങ്ങൾ കണ്ടിട്ട് വരിക എന്താണെന്നുള്ളത്. മക്കളെ, അത് കണ്ടോ നിങ്ങൾ? എല്ലാവരും പറയും ചൈനക്കാർക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. പക്ഷേ ഇയാൾ ചൈനക്കാരനാണ് അല്ലേ? ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? നിങ്ങൾ പറയും. ആ ഒരു ഫണൽ തിരിച്ചു വെച്ചാൽ പോലെ. അത് എത്ര ചെറിയ മക്കൾക്കും അറിയുന്ന കാര്യമല്ലേ? ആദ്യം ചെയ്താൽ മതി, പിന്നെ ഇടങ്ങാറായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത്, ആണുങ്ങളെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഭാര്യമാരില്ലാതെ ഒരിക്കലും കിച്ചണിൽ കയറരുത്. കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ടിട്ട് വരും കേട്ടോ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലേ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നെങ്കിൽ കുക്കറിൽ വെള്ളം നല്ലോണം ഒഴിക്കുക, അല്ലെങ്കിൽ അറിയുന്നില്ലെങ്കിൽ അറിയാത്ത പണിക്ക് പോകരുത്. അല്ലെങ്കിൽ ഭാര്യമാർ തൊട്ടടുത്ത് എവിടെയുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ഭാര്യമാരോട് നല്ല ആരോട് ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. കുക്കറിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുമ്പോൾ അതിന് എത്രത്തോളം വെള്ളം വേണം, വെള്ളം വേണ്ട എന്നുള്ളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ പിന്നെ കരഞ്ഞ് മുങ്ങിയിട്ടൊന്നും ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്.